റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം. 1.5 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് വെള്ളം എടുത്തതിൽ നിന്ന് പകുതിയോളം വെള്ളം ആദ്യം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴയ്ക്കാം. അപ്പം മാവിൽ കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. നമുക്ക് പാകത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് നനച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ മാവ് റെഡിയായി കിട്ടേണ്ടത് ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് റെഡിയാക്കൂലേ, ആ ഒരു പാകത്തിനാണ് നമുക്ക് മാവ് നനച്ചെടുക്കേണ്ടത്. ഇനി ഇതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ചേർത്താൽ മാവ് ഹാർഡായിപ്പോകും. എണ്ണ ഒഴിച്ച് കുഴച്ച് മാവ് നമുക്ക് 1 മണിക്കൂറോളം ഒന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ അടപ്പ് കൊണ്ടാണ് അടച്ച് വയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി നനച്ചും ചെയ്യാം. ഇതാണ്ട, ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് മാവ്. ഇനി ചപ്പാത്തിക്കൊക്കെ നമ്മൾ മാവ് ചെറുതായിട്ട് ഉരുട്ടിയെടുക്കത്തില്ലേ, അതേപോലെ ഈ മാവൊന്ന് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ മാവ് ഇതേപോലെ നീളത്തിൽ ഉരുട്ടിയെടുത്തത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എനിക്കിവിടെ 1.5 കപ്പ് മാവിൽ നിന്ന് ഒരു 9 എണ്ണം കട്ട് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ലാസ്റ്റത്തത് ചെറുതായതുകൊണ്ട് ഞാൻ പിന്നെ ആ ചെറിയ പീസ് ഓരോന്നിലോട്ടും കുറേശ്ശെ മാവ് വെച്ച് 8 ഉരുളകളാക്കി എടുത്തു. ഇനി ഇത് ചപ്പാത്തി പലകയിൽ വെച്ച് നമുക്കിത് പരത്തിയെടുക്കണം. അപ്പോൾ ഗോതമ്പ് പൊടിയിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഇത് പെട്ടെന്ന് പരന്ന് കിട്ടും, നല്ല സ്മൂത്തായിട്ട് പരന്ന് വരും. ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി കനം കുറച്ച് പരത്തിയെടുക്കണം. ഇങ്ങനെ പരത്തിയെടുത്തതിൻ്റെ മുകളിൽ നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം. ഞാനിവിടെ തേക്കുന്നത് സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി പകുതി മിക്സ് ചെയ്തതാണ്. എന്നിട്ടിതാ ഇതേപോലെ നമുക്കൊന്ന് ഞൊറിഞ്ഞെടുക്കണം. ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കുമ്പോഴാണ് നല്ല ലെയറിൽ നമുക്ക് പൊറോട്ട റെഡിയായി കിട്ടുന്നത്. ഇനി ഇതേപോലെ ചുറ്റിയിട്ട് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അതിൻ്റെ അടിയിലോട്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ എല്ലാതും നമുക്ക് റെഡിയാക്കി എടുക്കാം. നെയ്യ് മാത്രം തേച്ചാണെങ്കിലും നിങ്ങൾക്ക് റെഡിയാക്കാം. സൺഫ്ലവർ ഓയിൽ മാത്രം ചേർത്തും റെഡിയാക്കി എടുക്കാം. എല്ലാം ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് 1/2 മണിക്കൂർ കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1/2 മണിക്കൂറിന് ശേഷം ചപ്പാത്തി പലകയിൽ ഇതേപോലെ ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് ഓരോന്നും പരത്തിയെടുക്കാം. പരത്തിയെടുത്ത പൊറോട്ട ചൂടായ ചട്ടിയിലേക്കിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഈ പരത്തുന്ന ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അടിയിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഇടുന്നത്. അടിഭാഗത്ത് ഓയിലുണ്ട്. അപ്പോൾ ഇനി തിരിച്ചിട്ടിട്ട് നമുക്ക് ആ ഭാഗത്തൊന്ന് ഓയിൽ തേച്ച് കൊടുക്കാം.
രണ്ട് സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ തേക്കാം. ഞാനിവിടെ ഒരു ഭാഗത്ത് മാത്രമേ തേക്കുന്നുള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്കിതെല്ലാം ചുട്ടെടുക്കണം. നല്ല ലെയറായിട്ടുള്ള പത്തിരി നമുക്കിവിടെ റെഡിയായി കിട്ടും. ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. മൈദമാവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഗോതമ്പ് മാവിന് നമ്മൾ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചൂടോടുകൂടി ഇത് അടിച്ചെടുക്കാനായിട്ട് നോക്കരുത്. അങ്ങനെ ചെയ്താൽ ഈ മൊരിഞ്ഞു വരുന്ന ഭാഗം നല്ലതുപോലെ പൊടിഞ്ഞു പോകും. ഗോതമ്പ് മാവിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൈദ മാവാകുമ്പം നമുക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല. ചെറിയ രീതിയിലെങ്ങാനും പൊടിയത്തേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ട് ഗോതമ്പ് പൊറോട്ട? സൂപ്പറല്ലേ? അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.